മലനാട് ന്യൂസിലേക്ക് സ്വാഗതം. 3.5 പതിറ്റാണ്ടുകാലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മുൻ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ശ്രീ ടിക്കാറാം മീണയ്ക്ക് മലനാട് TV ഇന്ത്യ യാത്രയയപ്പ് നൽകി. വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലനാട് TV മാനേജിംഗ് എഡിറ്റർ R. ജയേഷ്, ജ്യോതിർഗമയ ഫൗണ്ടേഷൻ ചെയർമാൻ B. അജയ്കുമാർ, കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഉമർ ഷിഹാബ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രവീൺ കുമാർ, മറ്റ് അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിൽ മലനാട് TV സബ് എഡിറ്റർ ആതിരയുടെ പിതാവും കർഷകനുമായ P. അനിലാണ് മലനാട് TVയുടെ ഉപഹാരം ടിക്കാറാം മീണയ്ക്ക് കൈമാറിയത്. കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഈ വർഷത്തെ നമ്മുടെ ജ്യോതിർഗമയ ഫൗണ്ടേഷന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിനാണ് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിക്കണം. ഒപ്പം ആ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി B. അജയ്കുമാറിനെ ക്ഷണിച്ചോളുന്നു, ജ്യോതിർഗമയ ഫൗണ്ടേഷൻ ചെയർമാൻ. ഗോത്ര സമുദായത്തിലെ തികഞ്ഞ കർഷക കുടുംബാംഗമായിരുന്ന തനിക്ക് ലഭിച്ച ഈ ആദരവിൽ അദ്ദേഹം വികാരധീരനായാണ് കുട്ടികളോട് സംവേദിച്ചത്. ഫസ്റ്റ് പോസ്റ്റിംഗ്, ഫസ്റ്റ് ട്രെയിനിങ് അസിസ്റ്റന്റ് കളക്ടർ ഇൻ കൊല്ലം. വിജയൻ സാറായിരുന്നു എൻ്റെ കളക്ടർ അവിടെ. അപ്പോൾ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയും അവിടെ ആൾക്കാരെല്ലാം. അപ്പോൾ ഒരു വർഷം നന്നായിട്ട് ഞാൻ പരിശീലനം എടുത്തു, നല്ല ട്രെയിനിങ് അവിടെ എടുത്തു, കുറച്ച് മലയാളം പഠിച്ചു. എൻ്റെ വൈഫ് ഷീ ഓൾസോ ലേൺ മലയാളം. ആൻഡ് ഈ പതിക്കെ എല്ലാം ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ കേരളം ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇതേ തന്നെ നമ്മുടെ കർമ്മഭൂമിയായിരിക്കും, തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഈ തീരുമാനം ഞങ്ങൾ അന്ന് തന്നെ എടുത്തു. അതിനുശേഷം മലപ്പുറമിൽ ഞാൻ സബ് കളക്ടറായി, പിന്നെ തൃശ്ശൂർ കളക്ടറായി, പിന്നെ ഡയറക്ടർ സിവിൽ സപ്ലൈ, ഒരുപാട് തസ്തികയിൽ എനിക്ക് നല്ല പോസ്റ്റിങ്സ് ദൈവത്തിൻ്റെ അനുഗ്രഹമായതുകൊണ്ട് ഇവിടെ സർക്കാരിൻ്റെ എല്ലാ സർക്കാരുമായി എനിക്ക് ഏറ്റുമുട്ടലുമുണ്ടായി, സ്നേഹമുണ്ടായി. പൊളിറ്റിക്കൽ ലീഡേഴ്സ് all have given me tremendous respect, but ഏറ്റവും കൂടുതൽ സ്നേഹം ബഹുമാനം ആദരവും ഒക്കെ കിട്ടിയത് ജനങ്ങളിൽ നിന്ന്. ബിക്കോസ് ഐ കം ഫ്രോം എ വില്ലേജ്. എനിക്ക് ഈ കാപ്പട്യമൊക്കെ അറിയില്ല. നേരിട്ട് കാര്യങ്ങൾ പറയണം. മന്ത്രി എന്ത് തെറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കുക. മലനാട് TV പ്രവർത്തകരായ സ്മിത KJ, ജയേഷ് ശാസ്ത്ര, അലക്സ്, ജോബി ബേബി, അഡ്മിനിസ്ട്രേഷൻ ജനറൽ മാനേജർ സതീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. അത് ഏറ്റവും അഴിമതി പിടിച്ചിരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സിവിൽ സപ്ലൈസ്. പ്രത്യേകിച്ച് എക്സൈസും സിവിൽ സപ്ലൈസുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായി സബ് കളക്ടറിന് ശേഷം അദ്ദേഹത്തിന് ഇരിക്കുവാൻ അവസരമുണ്ടായി. ആ സമയത്ത് കേരളത്തിലെ 14 ജില്ലകളിൽ 7 ജില്ലകളിലെ താലൂക്ക് ജില്ലാ സപ്ലൈ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച് വളരെയധികം ഇവിടെയൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കറപ്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമം നടത്തിയ ഒരാളാണ്. എവിടെയൊക്കെ ഇരുന്നു അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര വഹിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹത്തായ വ്യക്തിത്വമാണ്. മൈ ഡിയർ സ്റ്റുഡൻസ്, കഥയിലൂടെയും കവിതയിലൂടെയും ചരിത്രങ്ങളിലൂടെയുമാണ് നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ വായന നിങ്ങൾക്ക് നൽകുന്നത് വിജ്ഞാനമാണ് എങ്കിൽ നേരിട്ട് ഗുരുമുഖത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ അനുഭവജ്ഞാനം എന്നുള്ള ഏറ്റവും സ്കാർസ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അതിനെ അനുഭവ കഥയിലൂടെ നേരിട്ട് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻസ്പയർഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കരമായിട്ടും അതിലേക്ക് വരാൻ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. ആൻഡ് ടുഡേ ബിഫോർ you have got a personality who is having more than 25 years of experience in managing and leading the people of Kerala and abroad. നമ്മുടെ കേരളത്തിനെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും ഏറ്റവും മികച്ച കളക്ടർഷിപ്പിലൂടെ, ഏറ്റവും മികച്ച തസ്തികകളിലൂടെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നും പ്രിയങ്കരനായ ആ വാതിൽ ജനങ്ങൾക്ക് വേണ്ടി എന്നും തുറന്നുകൊണ്ടിരുന്ന ഒരു കളക്ടറായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം നമുക്ക് ഉപയോഗിക്കാം. അവസാനമായി നിങ്ങളോട് പറയുന്നത്, സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങണം. ഞാൻ എൻ്റെ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് മീണ സാറിൻ്റെ അടുത്താണ്. ആദ്യം എൻ്റെ ജോലി റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നത് മീണ സാറിൻ്റെ അടുത്താണ്.
അപ്പൊ അദ്ദേഹം പോകുമ്പോൾ എനിക്കൊരു എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജാണ് ഇന്ന് ഇവിടെ ഈ രീതിയിൽ ഒന്ന് അദ്ദേഹത്തിന് എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു മംഗളം നേരുക എന്നുള്ളത് ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ പ്രിവിലേജാണ്. 3.5 പതിറ്റാണ്ട് കാലത്തെ സംഭവബഹുലമായ ഔദ്യോഗിക ജീവിതത്തിലെ പല രഹസ്യങ്ങളും തനിക്കുണ്ടായ വേദന നിറഞ്ഞ ഇടപെടലുകളും ആദ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് ടിക്കാറാം മീണ പങ്കെടുത്ത മലനാട് ടിവിയുടെ എഡിറ്റേഴ്സ് വോയിസ് മലനാട് ടിവി സംപ്രേഷണം ചെയ്യും.